10ാം വർഷത്തിലേക്ക് കടക്കുന്ന ജനം ചാനലിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. എന്തായാലും ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ജനം TV-യെ കുറിച്ച് ആദ്യമായി പറയാനുള്ളത്. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ഇപ്പോൾ ഈ എല്ലാ മാധ്യമങ്ങളും, ദൃശ്യമാധ്യമങ്ങളാകട്ടെ, മറ്റേ പ്രിന്റ് മീഡിയ ആകട്ടെ, എല്ലാം വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അച്ചടി മാധ്യമങ്ങൾ പലരും പത്രങ്ങൾ വായിക്കാൻ വരെ വിമുഖത കാണിക്കാൻ തുടങ്ങിയത് നമ്മുടെ ചാനലുകളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടിയാണ്. ഇപ്പോൾ തന്നെ മലയാളത്തിലെ ചാനലുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷെ എങ്കിലും അപ്പോൾ ചാനലുകൾക്ക് ഈ രംഗത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ചാനലുകളുടെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ചാനലുകൾക്ക് ഭീഷണിയായിരിക്കുന്നത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളാണ്. അപ്പോൾ വളരെ കൃത്യമായ വാർത്തകൾ നൽകുന്നതിലും ക്രെഡിബിലിറ്റിയുള്ള വാർത്തകൾ നൽകുന്നതിലും എപ്പോഴും ചാനലുകൾ മുൻപന്തിയിലുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളോടൊപ്പം തന്നെ ജനം ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് ചില പരിമിതികളുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും, പക്ഷേ ആ പരിമിതികളൊക്കെ അതിജീവിച്ച് ജനം ചാനൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ജനത്തിനെ കുറിച്ചുള്ളത്. തീർച്ചയായിട്ടും ജനം ചാനല് പല ചർച്ചകൾ വരുമ്പോഴേക്കും ഞാൻ പ്രത്യേകിച്ച് എടുത്തു കാണുന്നത്, ഞാൻ ഒരു ചാനലിന്റെ പേര് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആങ്കർമാർ നമ്മുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ളവരെ ഒന്നിച്ച് പങ്കെടുപ്പിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള അവസരം പോലും കൊടുക്കാത്ത ചാനലുകളുണ്ട്. എനിക്ക് ആ ചാനലുകൾ പോകാനായിട്ട് യോജിപ്പില്ല, പോകാറില്ല. കാരണം ആങ്കർ ആയിരിക്കും അവ കൂടുതൽ സംസാരിക്കുക. അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് സംവാദങ്ങളെ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ജേർണലിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണെന്ന് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ അക്കാര്യത്തിൽ എനിക്ക് തീർച്ചയായും ജനത്തിലെ ആങ്കർമാരോട് വളരെ ബഹുമാനമാണുള്ളത്. അത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന, വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള, വ്യത്യസ്ത ആശയങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവരികയും അവർക്ക് സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അവസരം നൽകുന്നു എന്നുള്ളതിൽ എനിക്ക് തീർച്ചയായിട്ടും ജനം ചാനലിനോട് കൂടുതൽ ഒരു അഭിരുചി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ചാനൽ വിളിക്കുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ തന്നെ നിർബന്ധമായും ഞാൻ ആ ചാനലിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയാം ഈ ജന ചാനലിനും. പക്ഷെ അത് പരമാവധി ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ച് തന്നെ പറയട്ടെ, ഒരു ചർച്ചയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു സംവാദം പോലും എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന നിലയിലേക്ക് നമ്മുടെ ഇത് മാറിയിരിക്കുകയാണ്. അപ്പൊ മാധ്യമങ്ങളിലുള്ള വിശ്വാസം നഷ്ടമാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് പരിമിതമായ ഉത്തരം പറയുക, സപ്ലിമെന്ററി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാതിരിക്കുക. മീഡിയക്കാർ ഞാൻ കാണുന്നുണ്ട്, മാധ്യമക്കാർ പോലും അപ്പോ സൈലന്റ് ആയിരിക്കുകയാണ്. അത് ഞാൻ മുഖ്യമന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ പല പത്രസമ്മേളനങ്ങളിലും കൃത്യമായി എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് ഉപചോദ്യങ്ങൾ പോലും ചോദിക്കാനുള്ള അവസരമില്ല. പക്ഷെ നമ്മുടെ മീഡിയ സ്വതന്ത്രമായിരിക്കണം. ജനാധിപത്യത്തിലെ 4ാം തൂണാണ്. തീർച്ചയായിട്ടും അതിൽ സ്വതന്ത്രമാക്കുന്നതിന് നമ്മുടെ ഭരണാധികാരികൾ തിരിഞ്ഞു നിന്നാൽ, അതിന് വിമുഖത കാട്ടിയാൽ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് നിൽക്കാൻ ജനം ചാനൽ മുൻപിൽ ഉണ്ടാവണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ശരി, ചാനലിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാണ്. അതിനെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നേരത്തെ ഇപ്പോൾ നമ്മെ സൂചിപ്പിച്ച പോലെ ശബരിമല ഇഷ്യൂ വന്നപ്പോൾ കൂടുതൽ താല്പര്യം കാണിച്ചു എന്നൊരു അഭിപ്രായം കാണിക്കേണ്ടി വന്നു. ശരിയാണ്, കാണിച്ചു എന്നൊരു ആക്ഷേപം ചില ആൾക്കാർ എന്നോട് തന്നെ ചർച്ചാ സമയത്ത് പറയുകയുണ്ടായി. ജനം ചാനൽ ഇത്രത്തോളം ഈ കാര്യത്തിൽ താല്പര്യം കാണിക്കേണ്ട കാര്യമില്ല, അത് ഒരു പ്രത്യേക താല്പര്യം കാണിച്ചു, അത് നിഷ്പക്ഷത വിട്ടുനിന്നു എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാകാം. എന്തായാലും ജനം ചാനലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അതിന് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ പൂർണ്ണമായ സപ്പോർട്ട് ജനത്തിനുണ്ടായിരിക്കും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്.